ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. നല്ലൊരു ക്യാബേജ് കറിയാണ്. ചോറിൻ്റെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒന്നാണിത്. സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇത്. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മളെ ഷമീസ് കിച്ചൻ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ പിന്നീട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ക്യാബേജ് കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ക്യാബേജ് തന്നെയാണ്. ഞാനിപ്പോൾ ഒരു ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും വേണ്ട, നമുക്ക് ഇതിൻ്റെ പകുതി ക്യാബേജ് മതിയാവും. അതിനുശേഷം ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിപ്പോൾ ഇതുപോലെ നമ്മുടെ ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നിലക്കടലയാണ്. അപ്പോൾ അതും ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരു 7-8 വെളുത്തുള്ളി അല്ലി, ഒരു 3 വറ്റൽമുളക്, ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില. ഇത്രയും ചേർത്തിട്ട് നമുക്കിനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ഈ നിലക്കടല ചെറുതായിട്ടൊന്ന് റോസ്റ്റായിട്ട് കിട്ടണം. ഇതിപ്പോൾ ഒരു 30 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിൽ മുഴുവൻ മല്ലിയാണ്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സിയിലെ ജാറിൽ സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് മറ്റൊരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ചേർക്കുകയാണ്. ചെറിയ ജീരകമാണ്. 1 ടീസ്പൂൺ അളവിൽ മുഴുവൻ ഉഴുന്നുകൂടി. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് സവാളയാണ്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കുകയാണ്. കൂടെ തന്നെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് കൂടി ചേർക്കുകയാണ്. ഇത് ഇത്രയും ചേർത്തിട്ട് നമുക്കിനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത്രയും ചേർത്തിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട്, അതും ചേർക്കുകയാണ്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. അതുകൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ നമ്മുടെ തക്കാളിയും ക്യാബേജും നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ട് വരണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇങ്ങനെ നന്നായിട്ട് വഴറ്റിയിട്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന നിലക്കടലയുടെ പേസ്റ്റ് കൂടി ചേർക്കാം. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടിയാണ്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടി ചേർക്കാം ഇതിലേക്കിനി. നമുക്ക് എത്ര കട്ടിയായിട്ട് കറി വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്താൽ മതിയാവും. ഇപ്പോൾ നല്ല കട്ടിയായിട്ട് കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പില കൂടിയാണ്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു തവണ കറി നല്ലതുപോലെ തിളച്ച ശേഷം നമുക്കിനി ഇത് ഇറക്കി വെക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണ്. അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നല്ലതുപോലെ ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചോണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.